KS സ്റ്റഡി സർക്കിളിൻ്റെ KS സിലബസ് അനാലിസിസിലേക്ക് നിങ്ങൾക്കേവർക്കും ഹാർദമായ സ്വാഗതം. കേരള PSC നടത്തുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഒരു ഗ്രൂപ്പ് എ എക്സാമാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് എന്നുള്ളത്. 2020 നടന്ന പ്രിലിമിനറിയും മെയിൻസും സ്ട്രീം 1 and 2 കാൻഡിഡേറ്റ്സിന് കഴിഞ്ഞിരിക്കുകയാണ്. പ്രിലിമിനറി ആൻഡ് മെയിൻസിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്ട്രീം 3യിലെ കാൻഡിഡേറ്റ്സിന് വേണ്ടി എക്സ്ക്ലൂസീവായി ക്ലാസ്സുകൾ ഒരുക്കുകയാണ് KS സ്റ്റഡി സർക്കിൾ. നമ്മളുടെ ഫാക്കൽറ്റീസ് എല്ലാവരും തന്നെ KSൻ്റെ പ്രിലിമിനറി ക്വാളിഫൈ ചെയ്ത് മെയിൻസ് എഴുതിയ ആൾക്കാരാണ്. അത് നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനകരമാവും എന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും ക്രിസ്പായ കാര്യങ്ങൾ ഏറ്റവും എഫക്റ്റീവായ രീതിയിൽ നമ്മുടെ ക്ലാസ്സസിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഏവർക്കും വളരെയേറെ പ്രയോജനകരമാവും എന്ന വിശ്വാസത്തോടു കൂടി നമുക്ക് അനാലിസിസിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് സ്കീം ഓഫ് ദ എക്സാം നോക്കാം. നമുക്കറിയാം KSൻ്റെ എക്സാം നടക്കുന്നത് 3 ഫേസസ് ആയിട്ടാണ്: പ്രിലിമിനറി, മെയിൻസ് ആൻഡ് ഇൻ്റർവ്യൂ. പ്രിലിമിനറി എന്ന് പറയുന്നത് ക്വാളിഫയിങ് പേപ്പറാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമാണ്. 90 മിനിറ്റ്സിൻ്റെ പേപ്പർ 1, പേപ്പർ 2 ഓരോന്നും 100 ക്വസ്റ്റ്യൻസ് വിത്ത് 100 മാർക്സ്. ഇതാണ് പ്രിലിമിനറിക്ക് ഉള്ളത്. മെയിൻസ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് എക്സാമാണ്. 2 അവേഴ്സിൻ്റെ 3 പേപ്പറുകൾ, പേപ്പർ 1, 2 and 3. പിന്നീട് വരുന്നത് ഇൻ്റർവ്യൂ ആണ്, 50 മാർക്സിൻ്റെ. ഇതിൽ മെയിൻസ് ആൻഡ് ഇൻ്റർവ്യൂവിൻ്റെ ടോട്ടൽ മാർക്ക് അനുസരിച്ചാണ് നിങ്ങളുടെ നിയമനം നടത്തുന്നത്. ഇനി നമുക്ക് പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് ഡീറ്റെയിൽ ആയി അനലൈസ് ചെയ്യാം. പ്രിലിമിനറി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 2 പേപ്പറുകളാണുള്ളത്, പേപ്പർ 1, പേപ്പർ 2. ഇതിൽ പേപ്പർ 1ൽ വരുന്ന ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയുടെ അകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ്. അപ്പോൾ ഇതിൽ വേൾഡ് ഹിസ്റ്ററിയും കേരള ഹിസ്റ്ററിയും ഫ്രം മിഡ് 18th സെഞ്ച്വറി തൊട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇന്ത്യൻ ഹിസ്റ്ററിയുടെ സബ് ഡിവിഷൻ എന്ന് പറയുന്നത് ഏൻഷ്യൻ്റ് ആൻഡ് മെഡീവൽ ഇന്ത്യ, പിന്നെ മോഡേൺ ഇന്ത്യ. പേപ്പർ 1ൽ ഇനി വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സിസ്റ്റമാണ്. പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഗവേർണൻസ്, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസ്. പിന്നെ വരുന്ന സ്റ്റാറ്റിക് സബ്ജക്റ്റാണ് ജിയോഗ്രഫി. ജിയോഗ്രഫിയിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ളത് വേൾഡ് ജിയോഗ്രഫി, ഇന്ത്യൻ ജിയോഗ്രഫി ആൻഡ് കേരള ജിയോഗ്രഫി. പിന്നീട് പേപ്പർ 1ൽ നമുക്ക് പഠിക്കാനുള്ളത് റീസണിങ്, മെൻ്റൽ എബിലിറ്റി ആൻഡ് സിമ്പിൾ അരിത്തമെറ്റിക് ആണ്. പേപ്പർ 2 ജനറൽ സ്റ്റഡീസിൽ നമുക്ക് പഠിക്കാനുള്ളത് എക്കണോമി ആൻഡ് പ്ലാനിങ്ങിൻ്റെ അകത്ത് ഇന്ത്യൻ എക്കണോമി, കേരള എക്കണോമി ആൻഡ് കേരള മോഡൽ ഡെവലപ്മെൻറ്റ്. ഇതിൽ ഇന്ത്യൻ എക്കണോമിയുടെ അകത്ത് തന്നെ വരുന്നതാണ് ഇന്ത്യൻ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, പബ്ലിക് ഫിനാൻസ് ആൻഡ് ബഡ്ജറ്റിംഗ്. പിന്നീട് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി, എൻവയോൺമെൻറ്റൽ സയൻസ്, ലാംഗ്വേജ് പ്രൊഫഷ്യൻസി വരുന്നത് ഇംഗ്ലീഷ്, പിന്നെ ലോക്കൽ ലാംഗ്വേജായി മലയാളം അല്ലെങ്കിൽ കന്നഡ ഓർ തമിഴ്. ഇതിൻ്റെ കൂടെ കറണ്ട് ഈവൻറ്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രിലിമിനറിയുടെ എക്സാമിൻ്റെ സിലബസിൽ പഠിക്കുവാനുള്ളത്. ഇനി മെയിൻസ് എക്സാമിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം പ്രിലിമിനറിയുടെയും മെയിൻസിൻ്റെയും KSൻ്റെ സിലബസ് ഒരുപാട് ഓവർലാപ്പിംഗ് ആണ്. പേപ്പർ 1, 2, 3 3 പേപ്പേഴ്സ് ആണുള്ളത് മെയിൻസിൽ. അതിൽ പേപ്പർ 1ൽ നമുക്ക് സ്റ്റാറ്റിക് പോർഷൻ പഠിക്കാനുള്ളത് ഹിസ്റ്ററിയാണ് ആദ്യം. അതിൽ വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ്, ഇങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. വേൾഡ് ഹിസ്റ്ററി ഫ്രം മിഡ് 18th സെഞ്ച്വറി, കേരള ഹിസ്റ്ററിയും ഫ്രം മിഡ് 18th സെഞ്ച്വറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇന്ത്യൻ ഹിസ്റ്ററി നമുക്ക് ഏൻഷ്യൻ്റ് ആൻഡ് മെഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ. ഇപ്രകാരം ഹിസ്റ്ററി നമുക്ക് പേപ്പർ 1ൽ പഠിക്കുവാനായി വരുന്നത്. ഇനി മെയിൻസിൻ്റെ പേപ്പർ 2ൽ നമുക്ക് പഠിക്കുവാനുള്ളത് പൊളിറ്റിക്കൽ സിസ്റ്റം ആണ് ആദ്യം. അതിൽ നമുക്ക് വരുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഗവേർണൻസ്, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസ്. പിന്നീട് വരുന്ന ടോപ്പിക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. എൻവയോൺമെൻറ്റൽ സയൻസും കറണ്ട് ഇഷ്യൂസും ആണ് നമുക്ക് പേപ്പർ 2ൽ പഠിക്കുവാനുള്ള മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇനി പേപ്പർ 3ൽ നമുക്ക് പഠിക്കാനുള്ളത് ആദ്യം എക്കണോമി ആൻഡ് പ്ലാനിംഗ് ആണ്. അതിൽ വരുന്നത് ഇന്ത്യൻ എക്കണോമി, പിന്നെ കേരള എക്കണോമി ആൻഡ് കേരള മോഡൽ ഡെവലപ്മെൻറ്റ്. ഇന്ത്യൻ എക്കണോമി നമുക്ക് സബ് ഡിവൈഡ് ചെയ്യാം: ഇന്ത്യൻ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, പബ്ലിക് ഫിനാൻസ് ആൻഡ് ബഡ്ജറ്റിംഗ്. പിന്നെ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ജോഗ്രഫിയാണ്. ജോഗ്രഫിയിൽ നമുക്ക് പഠിക്കാനുള്ളത് വേൾഡ് ജിയോഗ്രഫി, ഇന്ത്യൻ ജിയോഗ്രഫി ആൻഡ് കേരള ജിയോഗ്രഫി. ഇതിൻ്റെ കൂടെയും കറണ്ട് ഇഷ്യൂസ് നമ്മൾ അനലൈസ് ചെയ്ത് മനസ്സിലാക്കണം. സ്ട്രീം 1 and 2 കാൻഡിഡേറ്റ്സിനായിട്ട് ഇപ്പോൾ കഴിഞ്ഞ മെയിൻസ് എക്സാം അനലൈസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ മെയിൻസ് എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് പേപ്പർ 1
പേപ്പർ 2 ആൻഡ് പേപ്പർ 3യുടെ നമുക്കിവിടെ കാണാൻ സാധിക്കും. 3 and 5 മാർക്സ് ക്വസ്റ്റ്യനാണ് ഉണ്ടായിരുന്നത്. പേപ്പർ 1-ൽ 3 മാർക്കിൻ്റെ 15 ചോദ്യങ്ങളും 5 മാർക്കിൻ്റെ 11 ചോദ്യങ്ങളും അങ്ങനെ ടോട്ടൽ 26 ക്വസ്റ്റ്യൻസാണ് ഉണ്ടായിരുന്നത്. പേപ്പർ 2 എടുക്കുകയാണെങ്കിൽ 3 മാർക്കിൻ്റെ 20 ക്വസ്റ്റ്യൻസും 5 മാർക്കിൻ്റെ 8 ക്വസ്റ്റ്യൻസും അങ്ങനെ ടോട്ടൽ 28 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. പേപ്പർ 3 എടുക്കുകയാണെങ്കിൽ 3 മാർക്കിൻ്റെ 15 ക്വസ്റ്റ്യൻസും 5 മാർക്കിൻ്റെ 11 ക്വസ്റ്റ്യൻസും അങ്ങനെ എഗെയിൻ 26 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓരോന്നിൻ്റെയും മാർക്കെന്ന് പറയുന്നത് ടോട്ടൽ മാർക്കെന്ന് പറയുന്നത് 100 തന്നെ ആയിരുന്നു. പിന്നെ മൂന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. മെയിൻസ് കഴിഞ്ഞിട്ട് വരുന്ന KSൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വളരെയേറെ ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ് സബ്ജക്റ്റിൻ്റെ റെഫറൻസ് ബുക്സ് എന്ന് പറയുന്നത്. അതിനാൽ തന്നെ നിങ്ങൾക്കേവർക്കും സുപരിചിതമാവുവാൻ വേണ്ടി നമ്മൾ സ്റ്റാറ്റിക് സബ്ജക്റ്റുകളുടെ റെഫറൻസ് മെറ്റീരിയൽ നൽകുകയാണ്. ഹിസ്റ്ററിയുടെ അകത്ത് തന്നെ ഏൻഷ്യൻ്റ് ആൻഡ് മിഡീവൽ ഇന്ത്യക്ക് ഏറ്റവും നല്ല റെഫറൻസ് ബുക്ക് എന്ന് പറയുന്നത് തമിഴ്നാട് SCERT അല്ലെങ്കിൽ NCERT 11th സ്റ്റാൻഡേർഡാണ്. മോഡേൺ ഇന്ത്യ വരുമ്പോൾ തമിഴ്നാട് SCERT അല്ലെങ്കിൽ NCERT 12th സ്റ്റാൻഡേർഡ്, അതിൻ്റെ കൂടെ തന്നെ ബിപിൻ ചന്ദ്രയുടെ സ്പെക്ട്രോം വളരെ യൂസ്ഫുൾ ആയിരിക്കും. വേൾഡ് ഹിസ്റ്ററിയെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട് SCERT 12th സ്റ്റാൻഡേർഡ് ആൻഡ് NCERT 11th സ്റ്റാൻഡേർഡ് വളരെ നല്ല റെഫറൻസ് ബുക്കാണ്. ഇന്ത്യൻ കൾച്ചറിന് NCERT ഫൈൻ ആർട്സ് ടെക്സ്റ്റ് ബുക്ക് ക്ലാസ് 11th ആണ് ഏറ്റവും സ്യൂട്ടബിളായ റെഫറൻസ് ബുക്ക് എന്ന് പറയുന്നത്. കേരള ഹിസ്റ്ററി ആൻഡ് കൾച്ചർ നിങ്ങൾക്ക് ഏവർക്കും ശ്രീധര മേനോൻ്റെ കേരള ഹിസ്റ്ററി റെഫർ ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ കേരള അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഹിസ്റ്ററി നോട്ട്സ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പൊളിറ്റിക്കൽ സയൻസിന് ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റി തന്നെ ഏറ്റവും നല്ല റെഫറൻസ് ബുക്കായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ജോഗ്രഫിക്ക് ഏറ്റവും നല്ല റെഫറൻസ് ബുക്ക് എന്ന് പറയുന്നത് NCERT തന്നെയാണ്. NCERT 11th and 12th സ്റ്റാൻഡേർഡ്. എക്കണോമി, ഇന്ത്യൻ എക്കണോമി രമേശ് സിംഗ് നല്ലൊരു റെഫറൻസ് മെറ്റീരിയലാണ്. പിന്നെ NCERT 12th സ്റ്റാൻഡേർഡ് ശങ്കർ ഗണേഷിൻ്റെ ഇന്ത്യൻ എക്കണോമി. കറണ്ട് ഇഷ്യൂസ് ആൻഡ് റിമൈനിങ് ടോപ്പിക്സ്, സിലബസിൽ വരുന്ന ബാക്കി ടോപ്പിക്കുകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ റെഫർ ചെയ്യാവുന്നതാണ്. കൂടാതെ തന്നെ ഗവൺമെൻറ് ഒഫീഷ്യൽ സൈറ്റ്സും ന്യൂസ് പേപ്പേഴ്സ്, ഡെയിലി ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ തന്നെ റെഫർ ചെയ്യാവുന്നതാണ്. ഇനി എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. പ്രിലിംസ് എക്സാം അല്ലെങ്കിൽ ഫേസ് 1 എക്സാം എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ആദ്യം തന്നെ സിലബസ് മനസ്സിലാക്കുക എന്ന് പറയുന്നതാണ് ഒരു ഉദ്യോഗാർത്ഥി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. എന്നിട്ട് ആ സിലബസിനനുസരിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കുക വിത്ത് റെസ്പെക്റ്റ് ടു ഹിസ് സ്ട്രെങ്ത് ആൻഡ് ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. പിന്നെ പിയർ ടു പിയർ ഗ്രൂപ്പ് ഡിസ്കഷൻസ് വളരെ യൂസ്ഫുൾ ആയിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇപ്പോൾ സ്ട്രീം 3 കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം സ്ട്രീം 1 and 2 കാൻഡിഡേറ്റ്സ് എഴുതിയ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക, ചോദിച്ച പ്രധാനപ്പെട്ട മേഖലകൾ മനസ്സിലാക്കുക, മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക, എഫക്റ്റീവായി റിവൈസ് ചെയ്യുക. പ്രിലിംസിന് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇൻ്റലിജൻറ്റ് ഗസ്സിംഗ് ആണ്. ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് കറക്റ്റായ ഉത്തരത്തിലേക്ക് എത്തുക, അങ്ങനെ സ്കോർ മാക്സിമം ചെയ്യുക, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക. ഇതാണ് പ്രിലിമിനറിക്ക് ഏറ്റവും സക്സസ്ഫുള്ളായ കാൻഡിഡേറ്റ്സ് ഫോളോ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. ഇനി KS എക്സാമിൻ്റെ മെയിൻസിന് നിങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളതിനെ പറ്റി പറയാം. പ്രിലിമിനറിയുടെ ആയാലും മെയിൻസിൻ്റെ ആയാലും നോളജ് ബേസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പിന്നെ എന്താണ് മെയിൻസ് വരുമ്പോൾ വ്യത്യാസം വരുന്നത്? സ്വാഭാവികമായിട്ടും ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആയതുകൊണ്ട് തന്നെ റൈറ്റിംഗ് സ്കിൽ ആണ് അവിടെ പ്രിഡോമിനൻ്റായി ഇമ്പോർട്ടൻ്റായി വരുന്നത്. അപ്പോൾ എങ്ങനെ മെയിൻസിന് നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും? അതിനായി എഫക്റ്റീവായിട്ട് നിങ്ങൾ ടൈം ബൗണ്ട് റൈറ്റിംഗ് പ്രാക്ടീസ് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. സെൽഫ് മെയ്ഡ് നോട്ട്സ് എന്ന് പറയുന്നത് ഫൈനൽ റിവിഷൻ്റെ സമയത്ത് വളരെയേറെ യൂസ്ഫുൾ ആയിരിക്കാം. പ്രിലിമിനറിക്ക് ചെയ്തതുപോലെ തന്നെ നിങ്ങൾക്കൊരു പിയർ ടു പിയർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ കറണ്ട് ടോപ്പിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് സബ്ജക്ട്സ് ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ ആൻസർ സ്ക്രിപ്റ്റ്സ് അനലൈസ് ചെയ്യാൻ വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പിയർ ടു പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്ട്രെങ്ത്തുകളും ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് മനസ്സിലാക്കുക. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എക്സാമിന് അറ്റൻഡ് ചെയ്യുക. മോക്ക് ടെസ്റ്റിനായാലും അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെയാണ് നിങ്ങൾക്ക് മെയിൻസ് എക്സാമിനും
മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഇനി KS സ്റ്റഡി സർക്കിളിനെ പറ്റി നിങ്ങളോട് ഏതാനും വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുന്നു. കേരള PSC നടത്തിയ ആദ്യത്തെ KS എക്സാമിൻ്റെ തന്നെ പ്രിലിമിനറി ക്വാളിഫൈ ആയ ഏതാനും എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് ആസ് വെൽ എസ് എ ഗ്രൂപ്പ് ഓഫ് ആസ്പിറൻറ്റ്സ് അവരുടെ ഒരു ഇനിഷ്യേറ്റീവാണ് KS സ്റ്റഡി സർക്കിൾ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം KSൻ്റെ സബ്ജക്റ്റ് സിലബസിലുള്ളത് വളരെ വാസ്റ്റാണ്, പഠിക്കുവാനുള്ളത് ലിമിറ്റഡ് ടൈമാണ്. അപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ടൈം. അതിനോടൊപ്പം തന്നെ റെഫറൻസ് മെറ്റീരിയൽസ് ഏറ്റവും മിനിമം ആക്കുക. അങ്ങനെ നിങ്ങളുടെ പഠനത്തിന് ഏറ്റവും അധികം ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ മൊഡ്യൂൾ വൈസ് ക്ലാസ്സസ് അറേഞ്ച് ചെയ്തും നിങ്ങളുടെ ഏതൊരു സംശയത്തിന് മറുപടി നൽകുവാനായി, ഒതൻറ്റിക്കായ മറുപടി നൽകുവാനായി ഒരു ഗ്രൂപ്പ് ഓഫ് എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് സ്റ്റാർട്ട് ചെയ്ത ഇനിഷ്യേറ്റീവാണ് KS സ്റ്റഡി സർക്കിൾ എന്ന് പറയുന്നത്. നമ്മൾ സബ്ജക്റ്റ് ബേസ്ഡ് ആയിട്ട് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസ് നമ്മുടെ ക്ലാസ്സുകളിൽ നൽകുന്നതായിരിക്കും. കേരള ബേസ്ഡ് ടോപ്പിക്സിനായിരിക്കും നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. സിലബസ് അങ്ങനെ ടൈം ബൗണ്ടായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം എന്ന് വിചാരിക്കുകയാണ്. നിങ്ങളുടെ ഏവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്വപ്നം തീർച്ചയായും യാഥാർത്ഥ്യമാക്കുവാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. അതാണ് KS സ്റ്റഡി സർക്കിൾ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. KS സ്റ്റഡി സർക്കിൾ ആസ്പിറൻസിന് വേണ്ടി, എസ്പെഷ്യലി സ്ട്രീം 3-ലെ പ്രിലിംസ് ആൻഡ് മെയിൻസ് എഴുതാൻ പോകുന്ന ആസ്പിറൻസിന് വേണ്ടി ഒരു ഫ്രീ ഓറിയൻറ്റേഷൻ ക്ലാസ് സൂം അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് വഴി December 15th 7 PM നടത്തുന്നതായിരിക്കും. നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി അതിൻ്റെ ലിങ്കും നമ്മുടെ തുടർന്നുള്ള മൊഡ്യൂൾ ക്ലാസ്സസിൻ്റെ ഡീറ്റെയിൽസും നൽകുന്നതായിരിക്കും. ഞങ്ങളോടൊപ്പം ചേർന്ന് നമുക്കേവർക്കും ഒരുമിച്ച് നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകാം. അതിനായി കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ മെയിൽ ID എന്ന് പറയുന്നത് ksstudycircle@gmail.com. കോൺടാക്റ്റ് നമ്പർ എന്ന് പറയുന്നത് 7736651659 എന്നതാണ്. താങ്ക് യു.